നിധി തന്റെ അമ്മയുടെയും അനുജത്തിയുടെയും കൂടെയായിരുന്നു താമസം. വീട്ടിലെ മൂത്ത മകളായിരുന്നതിനാൽ വീട്ടിലെ സകല ഉത്തരവാദിത്വം അവളുടെ മേലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവളുടെ ഇളയ സഹോദരി പ്രിയ അവളോട് ചോദിച്ചു, ദീദി, വീണ്ടും അത് തന്നെയാണോ? എന്നുമുള്ള ഭക്ഷണം തന്നെയാണോ ഇന്നും? എനിക്കിതൊന്നും കഴിക്കണ്ട. എനിക്ക് പിസ്സ കഴിക്കാൻ തോന്നുന്നു. അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നേ. പിസ്സ കഴിക്കാനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ എന്റെ ഫോണിൽ കണ്ടതേയുള്ളൂ അതിനെപ്പറ്റി. ശരി, ആദ്യം നീ ഭക്ഷണം കഴിക്ക്, പിന്നെ നമുക്ക് രണ്ടാൾക്കും പിസ്സ കഴിക്കാൻ പോവാം. ഒന്ന് പോ ചേച്ചി, ചുമ്മാ. നമ്മുടെ ഗ്രാമത്തിൽ ആ കല്ലുവിന്റെ പലഹാരക്കടയില് സമോസയല്ലാതെ വേറെ എന്താണുള്ളത്? ഇവിടെ കിട്ടില്ല എന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് വാശി പിടിക്കുന്നത്? അടുത്ത ഗ്രാമത്തിൽ കിട്ടുമല്ലോ, നമുക്ക് അവിടെ പോയി വാങ്ങിക്കൊണ്ടുവരാം. ശരി, ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്ക്. അപ്പോഴേക്കും ഞാൻ എന്റെ ബാക്കി ജോലികൾ പൂർത്തിയാക്കാം. എന്നിട്ട് നമുക്ക് പിസ്സ കഴിക്കാൻ പോവാം. അങ്ങനെ രണ്ടുപേരും പിസ്സ കഴിക്കാൻ വേണ്ടി പോകുന്നു. വാവ്, എല്ലാ ഭക്ഷണവും ഒരു വശത്ത്. ഇപ്പം മനസ്സിലായി ഈ ആളുകൾക്ക് ഇത് ഇത്രയധികം ഇഷ്ടം എന്തുകൊണ്ടാണെന്ന്. ഇതിലെന്താണ് ഇത്ര നല്ലത്? കുറച്ച് പച്ചക്കറികൾ മാത്രം നിറച്ചിട്ടുണ്ട്. ഇതേ പച്ചക്കറികൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ തന്നാലോ? നിന്റെ മുഖം വീർപ്പിക്കും. ഇതിൽ പച്ചക്കറി മാത്രമല്ല, ചീസും ഉണ്ട്. ചേച്ചി പറയുന്നത് പച്ചക്കറി പച്ചയ്ക്ക് കഴിച്ചാലും വേവിച്ചു കഴിച്ചാലും വയറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത് എന്നല്ലേ? ഹാ, ഇന്നത്തെ പിസ്സ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഇതിലെന്താണ് ഇത്ര ചിരിക്കാനുള്ളത്? വീട്ടിൽ ഈ പച്ചക്കറികളെല്ലാം ഇല്ലേ? ഇനി എനിക്കൊരു ഓവൻ മാത്രം മതി. എന്നിട്ട് കണ്ടോ, ഞാൻ നിനക്ക് എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന്. പ്രിയയും നിധിയും വീട്ടിൽ തിരിച്ചെത്തുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ അമ്മയോട് അനുവാദം വാങ്ങി ഓവൻ വാങ്ങിക്കൊണ്ടുവരുന്നു. എന്നിട്ട് യൂട്യൂബ് നോക്കി നിധി പിസ്സ ഉണ്ടാക്കാൻ ആരംഭിക്കുന്നു. പതുക്കെ പതുക്കെ നിധിയും പിസ്സ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ കാലം കടന്നുപോയി. ഒരു ദിവസം നിധിക്ക് ഒരു വീട്ടിൽ നിന്ന് പ്രപ്പോസൽ വരുന്നു. മോളെ, പിസ്സ അല്ലാതെ നിനക്ക് മറ്റെന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ഞാൻ എല്ലാം നല്ലതുപോലെ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് പിസ്സ ഉണ്ടാക്കാനും കഴിക്കാനും വളരെ ഇഷ്ടമാണ്. ശരി ശരി, എന്തായാലും പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ്. എല്ലാവരുടെയും അനുമതിയോടെ നിധിയുടെയും ഉദിത്തിന്റെയും വിവാഹം നിശ്ചയിച്ചു. നിധി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്റെ ഭർത്താവിന്റെ വീട്ടിലെത്തുന്നു. വിവാഹശേഷം ആദ്യമായി അടുക്കളയിൽ അവൾ എല്ലാവർക്കും വേണ്ടി പിസ്സ ഉണ്ടാക്കുന്നു. ഇതെന്താണ് മരുമോളെ? ഇതെന്താണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്? അമ്മേ, പിസ്സ. അമ്മയ്ക്കറിയില്ലേ എനിക്ക് പിസ്സ എത്ര ഇഷ്ടമാണെന്ന്? പിന്നെ നിങ്ങളെല്ലാരും നിങ്ങളുടെ മരുമകളുടെ കഴിവിനെപ്പറ്റി അറിയണമല്ലോ. കഴിച്ചു നോക്ക്. എല്ലാവരും മരുമകൾ ഉണ്ടാക്കിയ പിസ്സ കഴിച്ചു നോക്കുന്നു. അവർക്ക് അവൾ ഉണ്ടാക്കിയ പിസ്സ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ ഇതുപോലെ കടന്നുപോയി. നിധി എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണത്തിനു പകരം പിസ്സകൾ ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുക്കുന്നു. പക്ഷേ ദിവസവും പിസ്സ കണ്ട് കണ്ട് അമ്മായിയമ്മയ്ക്ക് നിധിയോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം അടുക്കളയിൽ, ഹേ മരുമോളെ, ഇന്ന് നീ വീണ്ടും ആ മൈദാമാവിന്റെ റൊട്ടിയാണോ ഉണ്ടാക്കുന്നത്? ഇന്ന് ഞാൻ ചീസ് പിസ്സയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നീ ഞങ്ങളെ രോഗിയാക്കിയേ അടങ്ങൂ. എനിക്കൊന്നും വേണ്ട ഈ പിസ്സ. എനിക്ക് സാധാരണ ഭക്ഷണം ഉണ്ടാക്കി തന്നാ മതി. അത് കുഴപ്പമില്ല, ഞാൻ അമ്മയ്ക്ക് പരിപ്പും ചോറും ഉണ്ടാക്കാം. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി നീ പരിപ്പും ചോറും പാകം ചെയ്താൽ മതി. ശരി, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിത്തരാം. ഞാൻ പിസ്സ കഴിക്കാം. അങ്ങനെ നിധി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം പാകം ചെയ്തു. പക്ഷെ ഓരോ തവണയും അവൾ പിസ്സ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നു. അവളോട് ആരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവൾ അതൊന്നും കേട്ടതേയില്ല. അങ്ങനെ സമയം കടന്നുപോയി. ഒരു ദിവസം നിധിയുടെ ഭർത്താവും അമ്മായിയമ്മയും ഡൽഹിയിലേക്ക് പോയി. നിധി വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ അവൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നുകിൽ പിസ്സ ഉണ്ടാക്കി തിന്നും, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗായത്രിയും ഉദിത്തും വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പിസ്സയുടെ പെട്ടികൾ കണ്ട് അവർ സ്തബ്ധരായി നിന്നു. അവളുടെ അമ്മായിയമ്മ ദേഷ്യത്തോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം എന്താണ് മരുമോളെ? എപ്പോഴും ഈ പിസ്സ കഴിക്കുന്ന ശീലം ഒന്ന് നിർത്തുമോ? ഞാൻ എന്ത് പറഞ്ഞാൽ ഇതൊന്ന് നിർത്തലാക്കുമെന്ന് എനിക്കറിയില്ല. അമ്മേ, എന്റെ പിസ്സയെക്കുറിച്ച് നിങ്ങളൊന്നും പറയരുത്. ഹേ, ഈ പിസ്സ ഉണ്ടാക്കാൻ നീ ചിലവഴിച്ച പണം കൊണ്ട് ഒരു മാസത്തേക്കുള്ള റേഷൻ നമുക്ക് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ മകൻ ദിവസം തോറും ഇത്ര ദരിദ്രനാകുന്നത് എന്തുകൊണ്ടാണെന്ന്. അമ്മേ, പിസ്സയോടുള്ള എന്റെ അഭിനിവേശത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ. പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്നോടത് കഴിക്കരുതെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ ശരി, നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യേ. ഞാൻ നിന്നെ തടയില്ല. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ എന്റെ ചിലവിന്റെ കണക്കെടുക്കുന്നതിന് പകരം നിങ്ങളുടെ ചിലവുകളൊന്ന് നോക്ക്. പൂജയ്ക്കൊക്കെ എത്ര പണമാണ് ചിലവഴിക്കുന്നത്? അത് കേട്ട് ദേഷ്യം വന്ന ഉദിത് അവൾക്കൊരടി കൊടുക്കുന്നു. അമ്മ നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് നിധി. ഇത്രയും പിസ്സ കഴിച്ചാൽ നിന്റെ അവസ്ഥ വഷളാകും. പിന്നെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിനക്ക് നാണമില്ലേ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഓഹോ, നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം എന്താണ്? ഞാൻ റൊട്ടി കഴിച്ചാലും പിസ്സ കഴിച്ചാലും നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിന്റെ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പിസ്സ കഴിച്ച് കഴിച്ച് നിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം നിന്നുപോയെന്നാണ്. നാളെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഞങ്ങൾക്കും വിഷമമുണ്ടാക്കും. നിങ്ങൾ എന്നെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം.
ചില ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നിധി പിസ വാങ്ങിയും ഉണ്ടാക്കിയും കഴിക്കുന്ന ശീലം തുടർന്നുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം അവളുടെ സ്ഥിതി വഷളാക്കുകയും അവൾക്ക് വയറുവേദനിച്ച് കരയാനും തുടങ്ങുന്നു. ഉദിത്തും ഗായത്രിയും അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഡോക്ടർ ഒരു പരിശോധനയ്ക്ക് ശേഷം പറയുന്നു, ആവശ്യത്തിലധികം മൈദ കഴിക്കുന്നത് മൂലമാ ഇവർക്ക് ഈ അവസ്ഥ വന്നത്. ആ മൈദ ഇവരുടെ വയറ്റിലടിഞ്ഞ് ഇവരുടെ അവസ്ഥ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ശരീരത്തിൽ കുറച്ചധികം ബ്ലോക്കേജുമായിട്ടുണ്ട്. ഇവർക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. പക്ഷെ അപ്പോഴും എനിക്കവർ അതിജീവിക്കുമോ ഇല്ലയോ എന്ന് പറയുവാനാകില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പറേഷന് മുൻപ് അവരെ കാണാവുന്നതാണ്. അമ്മായിയമ്മയും ഉദിത്തും അവളെ കാണാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അവൾ വേദനയെടുത്ത് കരയുകയായിരുന്നു. ആ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അമ്മേ. ആഹാ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തതിന് എനിക്കിനി ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. വട്ടു പറയാതിരിക്കൂ. നിനക്കൊന്നും സംഭവിക്കില്ല. നിനക്ക് വേഗം സുഖമാകും. നിധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ചു സമയത്തിനു ശേഷം ഡോക്ടറും സംഘവും അവളുടെ ശസ്ത്രക്രിയ നടത്തുന്നു. അങ്ങനെ അവളുടെ ജീവൻ രക്ഷിക്കുന്നു. അവൾ പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നു. ആ ദിവസത്തിനു ശേഷം അവൾ പിസ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എന്നേക്കുമായി ഉപേക്ഷിച്ചു. പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നിയാലും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അധികമായാൽ അമൃതം ദോഷകരമാകുമെന്ന്. വെയിറ്റർ, എനിക്ക് സ്പൈസി ചില്ലി പൊട്ടറ്റോ 2 ഫുള്ളും പിന്നെ കൂൾ ഡ്രിങ്ക്സും എടുത്തോളൂ. വേണ്ട അഞ്ജന, എനിക്ക് ഫുൾ പ്ലേറ്റ് ഒന്നും വേണ്ട. എനിക്ക് ഹാഫ് ചില്ലി പൊട്ടറ്റോ പറഞ്ഞാ മതി, അതും ഹണി ഇട്ടത്. എടി, ആ 2 പ്ലേറ്റും ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതാ. നീ നിനക്ക് ഓർഡർ ചെയ്തോ? നീ 2 പ്ലേറ്റ് ഒറ്റയ്ക്ക് കഴിക്കുമോ? പിന്നെ അല്ലാതെ. നിനക്കറിയില്ലേ എനിക്ക് ചില്ലി പൊട്ടറ്റോ എത്ര ഇഷ്ടമാണെന്ന്? നന്നായിട്ടറിയാം. പിന്നെ ഇതും അറിയാം, ഇന്നലെ നീ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും 2 നേരവും വീട്ടിൽ നിന്റെ ഫേവറേറ്റ് ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കിയാ കഴിച്ചതെന്ന്. പുറത്തു വന്നിട്ടും നീ ഇത് തന്നെ കഴിക്കുന്നോ? ആണെങ്കി അതിനിപ്പെന്താ? നീ സംസാരം നിർത്തിയിട്ട് നിനക്കെന്തെങ്കിലും ഓർഡർ ചെയ്. ചില്ലി പൊട്ടറ്റോ കഴിച്ച് അഞ്ജന അവളുടെ വീട്ടിലെത്തി. അഞ്ജന ഗ്രാജുവേഷൻ കഴിഞ്ഞതേയുള്ളൂ. അവൾ അവളുടെ കോളേജിൽ പഠിക്കുന്ന നമിത് എന്നൊരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു. കോളേജ് കഴിഞ്ഞ് നമിത് ഒരു MNC കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അഞ്ജനയ്ക്ക് ഭക്ഷണം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കഴിച്ചു കഴിഞ്ഞ് അവൾ അടുത്ത ദിവസങ്ങളിൽ ഉറപ്പായും ചില്ലി പൊട്ടറ്റോയും ഉണ്ടാക്കും. ഒരിക്കൽ അഞ്ജന നമിത്തിനെ വിളിച്ചപ്പോൾ ഫോൺ വേറെ ആരോ എടുത്തു. നമിത്, നീ എവിടെയാ? എപ്പോൾ വരും? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുവാ? ഞാൻ നമിത്തിന്റെ കൂട്ടുകാരനാ. നിങ്ങൾ വേഗം വീട്ടിലോട്ട് വാ. അവന് ആക്സിഡന്റ് ആയി. എന്താ നിങ്ങൾ പറയുന്നത്? അവന് കുഴപ്പമില്ലല്ലോ, ഞാൻ ഇപ്പോ വരാം. അഞ്ജന വേഗം നമിത്തിന്റെ വീട്ടിലെത്തി. അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. നമിത് നീ എവിടെയാ? പെട്ടെന്ന് ലൈറ്റ് ഓണായി. അവൾക്ക് നേരെ പൂക്കളും വീണു. അഞ്ജന നോക്കുമ്പോൾ വീട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. അവളുടെ മുൻപിൽ ഒരു വലിയ കേക്കുമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. എന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? നിനക്ക് വട്ടാണോ നമിത്? ഞാൻ എത്ര പേടിച്ചെന്നറിയാമോ? ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. അപ്പോൾ നമിത്തിന്റെ അമ്മയും സഹോദരിയും അങ്ങോട്ട് വന്നു. നീ പറഞ്ഞത് ശരിയാ മോളെ. ഇവന് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കരുത്. ആന്റി, നിങ്ങൾ? ആന്റി എന്നല്ല, അമ്മയെന്ന് വിളിക്കേണ്ട സമയമായി. കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആലോചനയുമായി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട് അഞ്ജന നാണിക്കാൻ തുടങ്ങി. അവളങ്ങനെ കേക്കും കട്ട് ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ 2 കുടുംബങ്ങളും കണ്ടുമുട്ടി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അഞ്ജന തന്റെ ഭർത്താവിന്റെ വീട്ടിലും വന്നു. അവിടെ അമ്മായിയമ്മ ലത ആരതിയും ഒഴിഞ്ഞു. മോളെ, ഇന്നത്തെ ചടങ്ങിൽ നീ ഒരുപാട് ക്ഷീണിച്ചു കാണും. നീ ഇപ്പോൾ പോയി വിശ്രമിക്ക്. നാളെ നിനക്ക് ആദ്യമായി അടുക്കളയിൽ കയറാനുള്ളതല്ലേ? ശരിയമ്മേ. അഞ്ജന രാവിലെ തന്നെ എഴുന്നേറ്റ് ചടങ്ങിനായി തയ്യാറായി. അപ്പോൾ അമ്മായിയമ്മ സുമിത്ര അവിടേക്ക് വന്നു. അമ്മേ, ഞാൻ ആദ്യമായിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്? മോളെ, നിനക്ക് എന്തിഷ്ടമാണോ അത് ഉണ്ടാക്കിക്കോ. എന്തായാലും ഞങ്ങൾ കഴിക്കും. ശരിയമ്മേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം കഴിച്ചാൽ നിങ്ങളുടെ വായിൽ നിന്നും വെള്ളമൂറും. പുതുമരുമകൾ അടുക്കളയിൽ കയറി തന്റെ ആദ്യ അടുക്കളയിൽ എന്തുണ്ടാക്കിയെന്നാൽ എന്താണോ അവൾക്കിഷ്ടം, അതായത് എരിവുള്ള ചില്ലി പൊട്ടറ്റോ. അയ്യോ, എന്റെ വായിൽ നിന്ന് തന്നെ വെള്ളമൊഴുകുന്നു ഈ ചില്ലി പൊട്ടറ്റോ കണ്ടിട്ട്. കല്യാണത്തിന്റെ തിരക്കിനിടയ്ക്ക് 4-5 ദിവസമായിട്ട് കഴിക്കാനേ പറ്റിയിട്ടില്ല. എരിവ് കഴിക്കാത്തോണ്ട് പ്രശ്നമായി പോയി. ഇപ്പോൾ അമ്മയുടെ അനുവാദം കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ അഞ്ജന വേഗം കടായിൽ എണ്ണ ചൂടാക്കി. അതിൽ ഉരുളക്കിഴങ്ങ് വെട്ടിയിട്ട് ഫ്രൈ ചെയ്തു. അവൾക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന എരിവുള്ള ചില്ലി പൊട്ടറ്റോ തയ്യാറാക്കി. ഇപ്പോൾ കാണാം എന്റെ ചില്ലി പൊട്ടറ്റോ കഴിച്ചിട്ട് വായിൽ നിന്നും വെള്ളം ഒഴുകുന്നത്. ഓ, അത് ഓർത്തിട്ട് തന്നെ എന്റെ വായിൽ നിന്നും വെള്ളം വരുന്നു. വേഗം പോയി എല്ലാവരുടെയും ഒപ്പം പോയിരുന്ന് കഴിക്കാം.
ആദ്യം അമ്മയ്ക്കൊന്ന് പോയി കൊടുക്കാം. പുതുമരുമകൾ വേഗം തന്നെ ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കും ചില്ലി പൊട്ടറ്റോ വിളമ്പി. കഴിക്കമ്മേ, കഴിക്കുന്നേ. ആ ശരി മോളെ, ഇത് നല്ല ചൂടുണ്ട്, പുകയൊക്കെ വരുന്നു. ഇതെന്താ ഇങ്ങനെ? നീ എന്താ ഇങ്ങനെ ഉണ്ടാക്കിയത്? അമ്മ, ഇത് ചില്ലി പൊട്ടറ്റോയാ. അല്ലേ ചേച്ചി, എനിക്കും ഇത് ഒരുപാട് ഇഷ്ടമാ. ആഹാ, എനിക്ക് കഴിക്കാനായി ഒരു കൂട്ട് കിട്ടി. കഴിക്കൂ, എല്ലാവരും കഴിക്കുന്നേ. ആ എന്നാൽ നീയും വന്നിരിക്കേ, ഞങ്ങളുടെ ഒപ്പം കഴിക്കേ. നമിത് എപ്പോൾ ആ ചില്ലി പൊട്ടറ്റോ കുറച്ചെടുത്ത് കഴിച്ചോ, അവന്റെ വായിൽ നിന്നും പുക വരാൻ തുടങ്ങി. ഓഹോ. അയ്യോ, ഇവന്റെ അച്ഛൻ പോയിട്ട് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും അവന്റെ അച്ഛനെക്കുറിച്ച് അവന് ചിന്തയുണ്ട്. അയ്യോ, വെള്ളം തായോ, എന്റെ വാ കത്തുന്ന്. ഇതിലെന്താ മുളക് പൊടിയുടെ പാട്ട വല്ലതും വീണോ? ഓ എന്റെ ദൈവമേ, എന്തൊരു എരിവാ ഇതിന്. ഞങ്ങളെയൊക്കെ എരിയിച്ചു കൊല്ലാനുള്ള പണിയാണോ മോളെ? ഓഹോ, ഞാൻ എന്റെ ചെറുപ്പത്തിൽ പോലും ഇത്രയും എരിവ് കഴിച്ചിട്ടില്ല. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിക്കേണ്ടി വന്നു. എന്നാൽ അവർ അഞ്ജനെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവൾ ഒരു കുലുക്കവുമില്ലാതെ ആ എരിവെല്ലാം കഴിച്ചു. ഇത്രയുള്ളൂ നിങ്ങൾ? ചില്ലി പൊട്ടറ്റോയിൽ ചില്ലി ഇട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ അത് ചില്ലി പൊട്ടറ്റോയാകും? പറ. ചേച്ചി ഉണ്ടാക്കിയതൊക്കെ കൊള്ളാം, പക്ഷേ കുറച്ച് എരിവ് കൂടുതലാ. അതേ മോളെ, ഭക്ഷണം എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും എരിവൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുക. ഹാ, എനിക്കും ചെയ്തോ മോനെ. നിങ്ങൾ ആരും ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അഞ്ജന വളരെ സന്തോഷത്തിൽ ചില്ലി പൊട്ടറ്റോ കഴിച്ചു. അങ്ങനെ അവൾ എല്ലാ ദിവസവും ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ മുൻപത്തേക്കാൾ എരിവ് കുറച്ചിട്ടു. എന്നാൽ ദിവസവും ചില്ലി പൊട്ടറ്റോ കഴിച്ച നമിത് പറഞ്ഞു, ഇങ്ങനെ ദിവസവും ദിവസവും ചില്ലി പൊട്ടറ്റോ കഴിക്കരുത്. നിങ്ങളും ഇനി കഴിക്കാൻ നിൽക്കണ്ട, ജീവനും ആരോഗ്യത്തിനും നല്ലതല്ല അത്. എന്താ മോനെ, ഇത് ഉരുളക്കിഴങ്ങല്ലേ? നീ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. മോളെ, നീ ഇവന് വേണ്ടി സാധാരണ ഭക്ഷണം ഉണ്ടാക്ക്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ അവർക്ക് മൂന്നുപേർക്കും മടുത്തില്ല. ഒരു രാത്രി സുമിത്രയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്നതായി തോന്നി. അവർ മയങ്ങി വീഴുകയും ചെയ്തു. അവരെ വേഗം ഹോസ്പിറ്റലിലും എത്തിച്ചു. ഇവർ നാളുകളായി ഉരുളക്കിഴങ്ങ് മാത്രമാണല്ലേ കഴിക്കുന്നത്, അതും എരിവുള്ളത്. അത് കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ടെസ്റ്റിലൂടെ മനസ്സിലായി ഇവർക്ക് ഷുഗറുമുണ്ട്. ഇനിയും ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ കഴിച്ചാൽ എന്താകുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അഞ്ജനെ നോക്ക്, നീ കാരണം ഇന്ന് എന്റെ അമ്മയുടെ ജീവൻ തന്നെ ആപത്തില്ല. അതുകൊണ്ടാണ് ദിവസവും അത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് തന്റെ തെറ്റപ്പോൾ മനസ്സിലായി. അവൾ ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് അന്ന് തന്നെ നിർത്തി. അന്നു മുതൽ അവളും ഹെൽത്തി ആഹാരം കഴിച്ചു. തന്റെ കുടുംബത്തിനും അവൾ ഹെൽത്തി ഭക്ഷണം കൊടുത്തു. Thanks for watching.